ബേപ്പൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ രാഷ്ട്രീയ വിശ്വസ്തത ഒരു പ്രധാന തർക്ക വിഷയമായി മാറുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ PM മുഹമ്മദ് റിയാസ്. മണ്ഡലത്തിലെ ജനങ്ങൾ വികസനത്തിനൊപ്പം സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും രാഷ്ട്രീയ നിലപാടുകളെ കൂടി ഇത്തവണ തൂക്കി നോക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തവണ ബേപ്പൂരിൽ LDFന് വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് റിയാസ് അവകാശപ്പെടുന്നത്. പാരമ്പര്യമായി UDFന് വോട്ട് ചെയ്യുന്ന കുടുംബങ്ങൾ പോലും ഇത്തവണത്തെ വികസന കുതിപ്പും സർക്കാരിന്റെ ഉറച്ച നിലപാടുകളും കണ്ട് LDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന സർക്കാരിനുള്ള അംഗീകാരമായിരിക്കും ഈ വോട്ടുകളെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുന്ന CPIM BJP ഡീൽ ആരോപണം ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് റിയാസ് തറപ്പിച്ചു പറഞ്ഞു. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ചവിട്ടുന്ന മണ്ണ് ബേപ്പൂരിലാണ്. ഇത് 1991 കോലീബി സഖ്യം കണ്ട മണ്ണാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പഴയകാലത്തെ കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച റിയാസ് അവിടുന്ന് ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കാണ് BJPയുമായി ഡീൽ ഉള്ളതെന്ന് വ്യക്തമാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഡീൽ പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാകും ബേപ്പൂരിലെ വോട്ടർമാർ ബാലറ്റ് ബോക്സിലൂടെ നൽകുകയെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അധികാരത്തിൽ തിരിച്ചെത്താൻ കോൺഗ്രസ് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് റിയാസ് രൂക്ഷമായി വിമർശിച്ചു. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വെറും വാചക കസർത്തല്ല, മറിച്ച് കൃത്യമായ നിലപാടാണ് വേണ്ടതെന്ന് അദ്ദേഹം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു.